ഏപ്രിൽ 8-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഒരു ട്രേഡ് താരിഫ് വാറോ അല്ലെങ്കിൽ ഒരു റിസഷന്റെ ഇൻഡിക്കേഷൻ ആയി കരുതിക്കൊണ്ട് ഇടിഞ്ഞു. നിഫ്റ്റി 50 ഇന്ത്യയുടെ NSEയുടെ ഇൻഡെക്സ് ആണ് 3.24% ആണെങ്കിൽ BSE 2.95% കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിക്കി അല്ലെങ്കിൽ ഹാങ്സാങ് ഇൻഡെക്സ് ഒക്കെ ഹോങ്കോങ് ഇൻഡെക്സ് ഒക്കെ ഒരുപാട് 13% ഒക്കെ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 5.57% ഒക്കെ ഇടിഞ്ഞതായിട്ട് കാണാൻ പറ്റും. UKയുടേത് 4.38% ഇടിഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വലിയ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്തയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു അമേരിക്കയിൽ ആ ഒരു ട്രേഡ് താരിഫ് വാറൊക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്ന സമയത്ത് വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഇടിവ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ ആ ഒരു റിട്ടാലിയേറ്ററി മെഷേഴ്സ് എങ്ങനെയാണ് ഈ ഒരു ലോകരാജ്യങ്ങളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലെ കച്ചവടങ്ങളെ ട്രേഡിനെയൊക്കെ ബാധിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റും. പ്രധാനമായിട്ടും ചെറിയ കമ്പനികളുടെ സ്മോൾ ക്യാപ് കമ്പനികൾ മിഡ് ക്യാപ് കമ്പനികൾ അതായത് ചെറിയ ചെറിയ കമ്പനികളുടെ സ്റ്റോക്കുകൾക്കാണ് വലിയ ഇടിവുണ്ടായിട്ടുള്ളത്. ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ അതായത് വലിയ ലാർജ് ക്യാപ് കമ്പനികളെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഇടിവ് സ്മോൾ ക്യാപ്പിനും മിഡ് ക്യാപ്പിനാണ് ഉണ്ടായിട്ടുള്ളത്. US പ്രസിഡന്റ് ആണെങ്കിൽ കൂടുതൽ താരിഫുകൾ ചൈനയുടെ മേലെ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യമാണ്. ജപ്പാനിലെ സൗത്ത് കൊറിയയിലെ ഹോങ്കോങ്ങിലെയും ഒക്കെ ഇൻഡെക്സുകൾ ഇടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ COVID-19 സമയത്ത് 13.2% ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ ഇടിവ് എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു ഇടിവൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യയിൽ ഒരു കാര്യമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ US-ന്റെ മാർക്കറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് മാറ്റമാണ് കാണുന്നതായിട്ടുള്ളത്. വ്യത്യസ്ത ഇൻഡെക്സുകളിൽ ചെറിയ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രംപിന്റെ താരിഫ് ട്രേഡ് വാർ വർദ്ധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പേടി ലോകത്ത് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാവാൻ കാരണം എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ഗവൺമെന്റ് നീറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവരാണ്ട്. അത് ഗവർണർ കുറെ കാലം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് പ്രസിഡന്റിന് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബില്ല് തമിഴ്നാട് പ്രസിഡന്റ് മുന്നിൽ പോയപ്പോൾ പ്രസിഡന്റ് ഈ ഒരു അസന്റ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നതായിട്ടുള്ളത്. അതായത് ബില്ലിൽ ഒപ്പിടാത്ത കയ്യിൽ തന്നെ വയ്ക്കുന്ന രീതിയാണ് കാണുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ ആണ്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഈ ഒരു അസന്റ് വിത്ത്ഹെൽഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു തമിഴ്നാട് മെഡിക്കൽ കോളേജിലേക്ക് അവരുടെ എക്സാം വെച്ചുകൊണ്ട് അഡ്മിഷൻ നടത്തുവാൻ നീറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ. തമിഴ്നാട് അഡ്മിഷൻ ടു അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ ഡിഗ്രി കോഴ്സസ് ബിൽ 2021 അവിടെ സിഗ്നേച്ചറിനായിട്ട് വെയിറ്റിംഗ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ അസെന്റിനായിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ MK സ്റ്റാലിൻ ഓൾറെഡി ലെജിസ്ലേച്ചർ ലീഡേഴ്സിന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു നടപടിയാണ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് മെഡിക്കൽ ആസ്പിറൻസിന്റെ ഇടയിൽ പലതരത്തിലുള്ള ആങ്സൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അഡ്മിഷൻ ടൈം അടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നീറ്റ് എക്സംഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ടും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തമിഴ്നാട് ഈ ഒരു ആന്റി നീറ്റ് ബില്ല് 2017 മുതൽ തന്നെ പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലതരത്തിലുള്ള ഇഷ്യൂസ് കാരണം അതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റും സുപ്രീം കോടതിയും ഒക്കെ ഓൾറെഡി ഈ ഒരു നീറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാൻഡാണ് എടുക്കുന്നതിൽ. കാരണം ഒരു നാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക ഫോർ ദ അഡ്മിഷൻ എന്നുള്ളതാണ്. പക്ഷെ തമിഴ്നാട് ഗവൺമെന്റ് പറയുന്നത് ക്ലാസ് 12 ബോർഡ് എക്സാമിന്റെ സ്കോർ ഉപയോഗിച്ചുകൊണ്ടും മറ്റുമൊക്കെ മെഡിക്കൽ അഡ്മിഷൻസ് നടത്തുക എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് പോളിസിയാണ് അത് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 254 ക്ലോസ് 2 ഭരണഘടനയെ പറയുന്നത് വെച്ചാൽ പ്രസിഡൻഷ്യൽ അസന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ, അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിലാണെങ്കിൽ ഈ ഒരു പ്രസിഡൻഷ്യൽ അസന്റ് വാങ്ങുന്നത് നല്ലതാണ്. പക്ഷെ മാൻഡേറ്ററി അല്ല. പക്ഷെ ഗവർണർക്ക് ഒപ്പിടാൻ കൊടുക്കുമ്പോൾ ഗവർണർ പ്രസിഡന്റിന് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ അസന്റ് ഇല്ലാതെ അത് പാസ്സാവുകയില്ല. അതായത് അതൊരു ആക്റ്റായി മാറുകയില്ല എന്ന് ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതാവുന്നില്ല. അപ്പോൾ ഇവിടെ ഓതർ പറയുന്നത് വെച്ചാൽ ഒരുപാട് കാലമായി ഈ ലീഗൽ സ്ട്രഗിൾസുമായിട്ടൊക്കെ സ്റ്റേറ്റ് പോകുന്നതായിട്ടുള്ളത്. ജുഡീഷ്യറിയും ഈ ഒരു വിഷയത്തിൽ തമിഴ്നാടിന് അനുകൂലമായിട്ട് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റുഡൻസിനെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് നോക്കുന്നതാണ് തമിഴ്നാടിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തത് നമ്മുടെ പ്രധാനമന്ത്രി കൊളംബോ വിസിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അപ്പോൾ കൊളംബോ വിസിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ് നമ്മൾ ഓൾറെഡി വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ശ്രീലങ്ക വിസിറ്റ് ചെയ്തു. 2019 ശേഷമാണ് വിസിറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബൈലാറ്ററൽ ടൈസ്
മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാൻ പറ്റും. അവിടുത്തെ ഹയസ്റ്റ് അവാർഡ് ഫോർ ഫോറിൻ ലീഡേഴ്സ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിഫൻസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നാഷണൽ പീപ്പിൾസ് പവർ ഗവൺമെന്റിന്റെ നേരത്തെ ഒരു ആന്റി ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് ഈ ഒരു ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്ന രീതിയിലേക്ക് ഇന്ത്യ പോകുന്നുണ്ടായിരുന്നു. കാരണം ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ശ്രീലങ്കൻ ടെറിട്ടറി യൂസ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെ അവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്ത വഴി ഡിഫൻസ് ടൈസ് സാധാരണ പോലെയാക്കും. ശ്രീലങ്ക ആ ഒരു ഡിഫൻസ് കോർപ്പറേഷനിൽ വളരെയധികം സീരിയസ് ആയിട്ട് സഹകരിക്കും എന്ന് തന്നെ കരുതാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാടുകളിലെ ഫിഷർമാൻസുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകളിലും ഡിസ്കഷനിൽ ഇൻവോൾവ് ആയി. പ്രത്യേകിച്ചും ഇതിനൊരു ലോങ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും ഉണ്ടായി എന്നാണ് പറയുന്നിട്ടുള്ളത്. കൂടാതെ 1987 ഇൻഡോ ശ്രീലങ്ക അക്കോർഡ് ഉണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഈ ഒരു തമിഴ് പാർട്ടീസ് അവരുടെ കൺസേൺസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ന്യൂഡൽഹി ഓൾറെഡി ശ്രീലങ്കയിലെ നമ്മുടെ ഗവൺമെന്റ് ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ നോർത്തേൺ അതുപോലെ ഈസ്റ്റേൺ പ്രൊവിൻസുകളിലൊക്കെ ഒരു ന്യൂട്രൽ ഫെസിലിറ്റേറ്റർ ആയിട്ട് നമ്മുടെ രാജ്യം ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. അടുത്തത് ആധാർ ഐ ഡിയും അതുപോലെ വോട്ടേഴ്സ് ഐ ഡിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്, വീണ്ടും വാർത്തകളിൽ വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഇലക്ഷൻ ഐ ഡി കാർഡ് എന്ന് വെച്ചാൽ ഒരാളുടെ റോള്, അയാൾ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ വോട്ടിങ്ങിനാണെങ്കിൽ യുണീക്ക് ഐ ഡി വെരിഫൈ എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു വോട്ടറിന്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻസ് പറഞ്ഞിട്ടുള്ളത് 2008 മുതൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ വോട്ടർ ഐ ഡീസ് വളരെ യുണീക്ക് ആണ് എന്നുള്ളതാണ്. കാരണം യുണീക്ക് ആയിട്ടുള്ള വോട്ടർ ഐ ഡി ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു വോട്ടർ ഐ ഡി മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ പിന്നീട് മനസ്സിലായി ഒരാൾക്ക് ഒന്നിലധികം വോട്ട് ചെയ്യാൻ ഐ ഡീസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ECI ഈ ഒരു വോട്ടർ ഐ ഡീസിനെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഒറിജിനൽ ക്ലെയിം, അതായത് വോട്ടർ ഐ ഡി യുണീക്ക് ആണ് എന്നുള്ളത് തെറ്റാണെന്ന് മനസ്സിലായപ്പോഴാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐ ഡി കാർഡും അതുപോലെ യുണീക്ക് ഐ ഡിയും മിസ്അണ്ടർസ്റ്റുഡ് ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം ഐ ഡി കാർഡ് യുണീക്ക് ആണ്, കാരണം ഓരോ കാർഡിനും ഓരോ നമ്പറാണ്. പക്ഷേ യുണീക്ക് ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി ആണോ എന്നുള്ളതിൽ മേലെ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ടുള്ള ഐ ഡി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നൽകാൻ കാരണമെന്നാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. പിന്നീട് വോട്ടർ ലിസ്റ്റ് ഡ്യൂപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒരേ ആൾ തന്നെ 2-3 വോട്ടർ സ്ഥലങ്ങളിൽ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള ഇലക്ഷനൊക്കെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത്. 40 ലക്ഷത്തോളം പുതിയ വോട്ടേഴ്സിനെ ആഡ് ചെയ്തു എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അതിന് മുന്നത്തെ 5 വർഷം കൊണ്ട് 32 ലക്ഷം പേരെ ആഡ് ചെയ്തില്ലെങ്കിൽ വെറും 5 മാസം കൊണ്ട് 40 ലക്ഷം പേരെ ആഡ് ചെയ്തു എന്നുള്ളതാണ് ഡൗട്ട് വന്നിട്ടുള്ളത്. ഈ വോട്ടർ രജിസ്ട്രേഷൻ പെട്ടെന്ന് കൂടിയപ്പോഴാണ് അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഫേക്ക് എൻട്രീസ് വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഇതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്നും ഒരേ വോട്ടർ തന്നെ ഒന്നിലധികം വോട്ടർ ഐ ഡി കാർഡുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോട്ടർ ഐ ഡീസ് യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പിന്നീട് പറ്റിയില്ല. ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോട്ടർ ഐ ഡി ശ്രമിക്കുന്നതായിട്ടുള്ളത്. മുന്നേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സുപ്രീം കോടതി ആധാർ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വോളണ്ടറി ആയിട്ട് കൊണ്ടുവന്നു. പക്ഷെ വോളണ്ടറി ആയിട്ട് കൊണ്ടുവന്ന ആരും അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആധാർ ലിങ്കേജ് നെസസറി തന്നെയാണ്. ആധാർ ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആധാറിനെ മാൻഡേറ്ററി ആക്കാൻ പറ്റുക സബ്സിഡി പർപ്പസിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിലെ ഒരു ക്ലീൻ വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു ചാലഞ്ചിന് മുന്നിലാണ്. പ്രത്യേകിച്ചും ആധാറിനെ നിർബന്ധിതമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല, വോളണ്ടറി ആയിട്ട് ആൾക്കാരെ ലിങ്ക് ചെയ്യേണ്ടതായിട്ട് അതിന് കൃത്യമായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തേണ്ടതായിട്ട്, അതുപോലെ വളരെ റിഗറസ് ആയിട്ടുള്ള ചെക്കുകളും ഒക്കെ നടത്തേണ്ടതാണ്. ആധാർ ലിങ്കേജിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് യുണീക്ക് ആണ്, അത് കാരണം നമ്മൾ ബയോമെട്രിക് ഡാറ്റയായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രോഡുലന്റ് ആയിട്ടുള്ള വോട്ടിംഗ് പ്രാക്ടീസുകളെ നമുക്ക് തടയാൻ വേണ്ടി പറ്റും. കാരണം ഒരേ ആൾക്കാർക്ക് ഒരേ ബയോമെട്രിക് ഉള്ള ആളുടെ പേരിൽ 2 കാർഡ് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതിൽ ഉറപ്പുവരുത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ പോലും വിട്ടു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം ആധാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, കാരണം ഈ ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ആധാറിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു
2008 പോലെ ഒരു അഷ്വറൻസ് നൽകി അത് പിന്നീട് തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ പോരാ. കൃത്യമായിട്ടുള്ള അഷ്വറൻസ് കൊണ്ടുവന്ന് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ കൂടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ വോട്ടർ ലിസ്റ്റിന്റെ ഇന്റഗ്രിറ്റി വളരെ ക്രൂഷ്യലാണ് ജനാധിപത്യത്തിൽ. പ്രത്യേകിച്ചും 1949 ബാബാ സാഹേബ് പ്രത്യേകിച്ചും വോട്ടർ ലിസ്റ്റിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടതാണെന്നും ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏവിയേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ടാണ്. കാരണം എയർക്രാഫ്റ്റ് ആക്ട് ഓഫ് 1934 ഇപ്പോൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആർട്ടിക്കിൾ ആണിത് എന്നുള്ളതാണ്. അപ്പോൾ എയർക്രാഫ്റ്റ് ആക്ട് ഓഫ് 1934 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ആക്ട് ആണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ അന്ന് നിയമം കൊണ്ടുവന്നത് ഇന്ത്യയിലെ വിമാന കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിന് ഒന്നുമല്ല. അവിടുത്തെ ഇന്ത്യൻ എയർ സ്പേസ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള എയർ സ്പേസിൽ ആരൊക്കെ പോകണം ആരൊക്കെ പോകണ്ട എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഏവിയേഷൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പ്രധാനമായിട്ടും മിലിറ്ററി അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ ഏവിയേഷനെ വളരെയധികം ലിമിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-75 വർഷത്തോളമായെങ്കിലും ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു ആക്ടിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നത്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട്. കാരണം പലതരത്തിലുള്ള ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഡിലേസും ഇൻഎഫിഷ്യൻസീസും ഒക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏവിയേഷൻ സെക്ടറിൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് നമുക്ക് നേടാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാരതീയ വ്യോമയാൻ അധിനിയം 2024 കൊണ്ടുവരുന്നതോട് 1934 ആക്ടിനെ റീപ്ലേസ് ചെയ്യുകയാണ്. ഏവിയേഷൻ ആക്ടിനെ മോഡറൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ ലൈസൻസിങ് കുറച്ചുകൂടി സ്ട്രീംലൈൻ ചെയ്തുകൊണ്ട് എയർ ട്രാഫിക് മാനേജ്മെന്റ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ നിയമം കൊണ്ടുവരുന്നതായിട്ടുള്ളത്. പാസഞ്ചേഴ്സിന്റെ അവകാശങ്ങളെ മെച്ചപ്പെടുത്തുന്നുണ്ട്. പാസഞ്ചർ ഡിലേ ഫ്ലൈറ്റ് ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ കോമ്പൻസേഷൻ, ക്യാൻസലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ കോമ്പൻസേഷൻ ഒക്കെ നൽകുന്ന രീതിയിലാണ് ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർബിട്രേഷൻ പോലുള്ള മെത്തേഡുകൾ, അതായത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴിയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിലവിൽ ഈ ഒരു ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസിൽ ഏവിയേഷൻ ഡിസ്പ്യൂട്ടുകൾ ഇൻവോൾവ് അല്ല. ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ ആക്ട് ആണ് 1996 ആണ് ആർബിട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷേ ഇതിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഇൻവോൾവ് അല്ല. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർബിട്രേഷൻ മെക്കാനിസം ഏവിയേഷൻ സെക്ടറിൽ ഇല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാർ വരാൻ താല്പര്യം കാണിക്കില്ല. പ്രത്യേകിച്ചും സിംഗപ്പൂർ, ലണ്ടൻ, പാരീസ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ആർബിട്രേഷൻ മെത്തേഡുകളുണ്ട്, മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആർബിട്രേഷന് പോയി സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഏവിയേഷൻ ബിസിനസ് ഇന്ത്യയിലേക്ക് കാര്യമായിട്ട് കടന്നു വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ആർബിട്രേഷൻ ഒക്കെ പുതിയ നിയമത്തിൽ കൊണ്ടുവരുന്നത് വഴി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തേക്ക് വരും, കൂടുതൽ കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു ഏവിയേഷൻ ആർബിട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ട്, എക്സ്പേർട്ട് പാനൽസ് ഉണ്ടാവേണ്ടതായിട്ട്, സിംഗപ്പൂരും യുകെയും പോലുള്ള രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത മോഡലുകൾ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. അപ്പോൾ ആർബിട്രേറ്റർ അപ്പോയിന്റ്മെന്റുകൾ ന്യൂട്രൽ ആയിരിക്കണം, ഒരിക്കലും പൊളിറ്റിക്കലി ഇൻട്രസ്റ്റഡ് ആയിക്കൂടാ. അതുപോലെ ജുഡീഷ്യൽ ഇന്റർഫറൻസ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിബിലിറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റീഫോംസ് വഴി ഇന്ത്യയുടെ ഈ ഒരു ഏവിയേഷൻ സെക്ടറിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വരുമാനം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലെ ഗ്ലോബൽ ഏവിയേഷൻ സെക്ടറിൽ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എഡ്ജ് ഉണ്ടാക്കാനും നമ്മുടെ വിമാനങ്ങൾക്ക് പറ്റും എന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടുള്ള വാർത്തയാണ്. ഇന്ത്യയിലെ ഫ്യൂച്ചർ ആയിട്ടുള്ള ആൾക്കാർ, ഇന്ത്യയുടെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളുടെ ഈ യൂത്തിനെ എങ്ങനെ നമുക്ക് സ്കില്ല് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേബർ മാർക്കറ്റിൽ 2030 കൂടി ഉണ്ടാവുന്ന കാര്യമായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ടെക്നോളജിയിലെ, ഡെമോഗ്രഫിയിലെ ജിയോ എക്കണോമിക് ഷിഫ്റ്റുകൾ ഉണ്ടാവാം, എക്കണോമിക് അൺസർട്ടനിറ്റീസ്, അതുപോലെ ഗ്രീൻ ട്രാൻസിഷൻ തുടങ്ങിയുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വളരെ ക്രൂഷ്യലാണ്. അതായത് നിലവിലുള്ള എംപ്ലോയീസിൽ 60% ആൾക്കാരും പറയുന്നത് വെച്ചാൽ മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. നമ്മൾ സാങ്കേതികമായിട്ട് കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട്, കൂടുതൽ പുതിയ ടെക്നോളജീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട മിറ്റിഗേഷൻ, പ്രത്യേകിച്ചും റിന്യൂവബിൾ എനർജി സെക്ടറിൽ കൂടുതൽ റിന്യൂവബിൾ എനർജി സെക്ടറിൽ കൂടുതൽ തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതേസമയത്ത് ബിസിനസ് മോഡലുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചാലഞ്ചസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്.
ഇപ്പോൾ ജോബ് മാർക്കറ്റിൽ ഏകദേശം 170 മില്യൺ പുതിയ ജോബുകൾ, അതായത് 17 കോടി പുതിയ ജോബുകൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതേസമയത്ത് 92 മില്യൺ, അതായത് 9.2 കോടി തൊഴിലുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ് കണക്ക് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആൾക്കാരുണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, പക്ഷേ സ്കിൽ ഗ്യാപ്പ് ആണ് പ്രശ്നം. നമ്മൾ പറഞ്ഞു നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിലാണ് 60% ആൾക്കാരും പറയുന്നത് തൊഴിൽ കിട്ടുന്നത് എന്നുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ സ്കിൽ ഗ്യാപ്പ് വളരെ സിവിയർ ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ റെഡിനെസ് ഫോർ AI ആൻഡ് ഗ്രീൻ സ്കിൽസ് എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. പക്ഷേ സ്കിൽ ഗ്യാപ്പ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. 59.1 മാത്രമാണ് നമ്മുടെ സ്കോർ സ്കിൽ ഫിറ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഏകദേശം 41% ആൾക്കാർ അൺസ്കിൽഡ് ആണ്, ഈ ഒരു മേഖലകളിൽ സ്കില്ലില്ല. ഇന്ത്യ പ്രധാനമായിട്ടും ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്കിൽസിൽ എക്സൽ ചെയ്യുന്നുണ്ട്. അതേസമയത്ത് അക്കാദമിക് റെഡിനെസ്സിൽ പിറകോട്ടാണ്, ഇന്നോവേഷനിലും വളരെ പിറകോട്ടാണ് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എന്റർപ്രീനിയർ മൈൻഡ് സെറ്റിനെ ഫോസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. R&D സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ റിന്യൂവബിൾ എനർജി, അതുപോലെ സസ്റ്റൈനബിലിറ്റി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറച്ചുകൂടി അലൈൻ ചെയ്യുക, ഈ ഒരു വർക്ക് ഫോഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. കരിക്കുലത്തെ അപ്ഡേറ്റ് ചെയ്യുക, ഫാക്കൽറ്റീസിനെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ഇൻഡസ്ട്രീസുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം നൽകുക. കൂടുതൽ ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, റെസിലിയൻസ്, പ്രോബ്ലം സോൾവിംഗ് തുടങ്ങിയിട്ടുള്ളവയ്ക്ക് ഫോക്കസ് കൊടുക്കുക ഹയർ എഡ്യൂക്കേഷനിൽ. അതുവഴി മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ ഹാക്കത്തോണുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഡിസൈൻ തിങ്കിങ് വർക്ക്ഷോപ്പുകളൊക്കെ കൊണ്ടുവരിക, അതുവഴി ഇന്നോവേഷനെയും അഡാപ്റ്റബിലിറ്റിയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റ് ഇതിനു വേണ്ടി ലീഡർഷിപ്പ് റോൾ എടുക്കണം, റിഫോംസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവരണം. റിസർച്ചിലും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് റൂറൽ മേഖലയിൽ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കണം എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റികൾക്ക് ഇൻഡസ്ട്രീസുമായിട്ട് കൊലാബറേറ്റ് ചെയ്യാം, കരിക്കുലയുമായിട്ട് കൊലാബറേറ്റ് ചെയ്യാം, ഇന്റേൺഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യാം, ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ജോബുകൾ പ്രൊവൈഡ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ്, ഗ്ലോബൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് വഴി ഫാക്കൽറ്റീസിനെ ഡെവലപ്പ് ചെയ്യാം, വർക്ക്ഷോപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക, സർട്ടിഫിക്കേഷൻസ് പ്രോഗ്രാമുകളൊക്കെ നടത്തുക, അതുവഴി എഡ്യൂക്കേറ്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ ഗ്രീൻ കരിക്കുലം, സസ്റ്റൈനബിലിറ്റി റിസർച്ചും അതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഇനിഷ്യേറ്റീവ്സിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഗ്രീൻ കരിക്കുലംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റെപ്പായിട്ട് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നതായിട്ടുള്ളത് നമ്മുടെ ഡീലിമിറ്റേഷൻ എക്സസൈസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് സീറ്റ് അലോക്കേഷൻ, ലോകസഭയുടെ സീറ്റ് റീ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പോസിബിലിറ്റീസ് എന്നുള്ളതാണ് ഇവിടെ ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ റീ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകസഭയിലുള്ള സീറ്റുകളെ നമ്മുടെ പോപ്പുലേഷൻ ഡാറ്റ അനുസരിച്ചുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ സെൻസസിന് ശേഷം ചെയ്യണമെന്നാണ്. പക്ഷെ 1971 പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നതോട് കൂടിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സീറ്റുകളെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 1971 പോപ്പുലേഷൻ ഡാറ്റ വെച്ചിട്ട് ലിമിറ്റ് ചെയ്തു. ഈ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോപ്പുലേഷന്റെ ഡാറ്റ വെച്ചുകൊണ്ട് നമ്മുടെ കൺസ്റ്റിറ്റ്യുവൻസീസിനെ എന്ത് ചെയ്യുക, റീഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പാർലമെന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യും, ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. നിലവിലത്തെ ഡിബേറ്റ് എന്ന് വെച്ചാൽ റീ അഡ്ജസ്റ്റ്മെന്റ് പുതിയ പോപ്പുലേഷൻ ഡാറ്റ വെച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 82 പറയുന്നത് വെച്ചാൽ കൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പോപ്പുലേഷൻ ഗ്രോത്തിനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഒരു റീ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയില് 1971 54.79 കോടി ആൾക്കാരാണ് ഉണ്ടായിരുന്നെങ്കിൽ 2025 എത്തുമ്പോഴത്തേക്ക് അത് 141 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ലോകസഭയുടെ സീറ്റുകൾ 1971 മുതൽ 2026 വരെ വർദ്ധിപ്പിച്ചിട്ടില്ല. സെയിം സീറ്റ് തന്നെയാണ് പോകുന്നത്. കാരണം പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് എടുക്കുന്നതുകൊണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പോപ്പുലേഷൻ ഗ്രോത്ത് അൺഈവൻ ആണെന്നുള്ളതാണ് പ്രശ്നം. അതായത് ഉത്തർപ്രദേശിലൊക്കെ നിലവില് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 24.1 കോടി പോപ്പുലേഷൻ ഉത്തർപ്രദേശിലുണ്ട്. ബീഹാറിൽ 13.1 കോടിയുണ്ട്. അതായത് മാസീവ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് ഇഫക്റ്റീവ് ആയിട്ട് നടപ്പിലാക്കിയ കേരള പോലുള്ള സംസ്ഥാനങ്ങൾ, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾഡ് ആണ്. അതായത് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ അതിനനുസരിച്ച് പോപ്പുലേഷൻ അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ സീറ്റുകൾ കുറയും എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 81 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 81, 82 ഒക്കെ അപ്ലൈ ആണ്. ഉത്തർപ്രദേശിന് നിലവിൽ 80 ലോകസഭാ സീറ്റുകളാണ്, അത് 240 പോകും. അതേസമയത്ത് കേരളത്തിന് 20 ഉള്ളത് 36 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കാരണം പോപ്പുലേഷൻ ടു സീറ്റ് റേഷ്യോ മുന്നേ 18 ലക്ഷം പെർ കൺസ്റ്റിറ്റ്യുവൻസി എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത് നോർത്തേൺ സ്റ്റേറ്റ്സിനെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്.
അപ്പോൾ കേരളത്തിലെ ലോ പോപ്പുലേഷൻ ഗ്രോത്ത്, കാരണം 1971 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വെറും 68% ഇൻക്രീസ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നോർത്തേൺ സ്റ്റേറ്റിൽ നോക്കുമ്പോൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ഇംബാലൻസിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു ഒപ്പീനിയനാണ് ഓതറിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ കറന്റ് ഫോർമുല, നിലവിൽ ഉപയോഗിച്ചു പോകുന്ന ഫോർമുല അത്ര സ്യൂട്ടബിൾ അല്ല പോപ്പുലേഷൻ കൺട്രോൾ എഫക്റ്റീവായിട്ട് നടത്തിയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക്. പ്രത്യേകിച്ച് ഫാമിലി പ്ലാനിങ്ങിൽ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത ആൾക്കാരെ റിവാർഡ് ചെയ്യുന്നതിന് പകരം അവരെ നെഗറ്റീവ്ലി ശിക്ഷിക്കുന്ന രീതിയിലായി പോകും എന്നുള്ളതാണ്. ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ കേരളത്തിൽ 68% സീറ്റുകൾ പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 68% വെച്ചിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ 80 134 ആവും, കേരളത്തിൽ അത് 34 ആവും, തമിഴ്നാടിന് 66 സീറ്റ് ആവും എന്നുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ റീജിയണൽ ഇക്വിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പോപ്പുലേഷൻ, അതായത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന പോലെ പോപ്പുലേഷൻ ഈക്വൽ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് അൺചെക്ക്, അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിലും ആവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ തന്നെ ലോക്സഭാ സീറ്റുകൾ 912 എണ്ണത്തിലേക്ക് വർദ്ധിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇനി 81 ക്ലോസ് 2 ക്ലോസ് എ പറയുന്നത് വെച്ചാൽ പോപ്പുലേഷൻ റേഷ്യോ പ്രകാരം ഈക്വൽ സീറ്റ് ടു റേഷ്യോ നൽകേണ്ടതായിട്ടുണ്ട്. കാരണം അത് പ്രകാരമല്ല നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ഓതർ സജസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലും ചില സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവായിരിക്കും തന്നെ ആ ഒരു ഐഡിയ കൊണ്ടുവരേണ്ട എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് കൺസെപ്റ്റ് പ്രകാരം സ്റ്റേറ്റിന് ഫെയർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കുക അത്യാവശ്യമാണ്, അല്ലാതെ പോപ്പുലേഷൻ അനുസരിച്ച് പ്രൊപ്പോർഷണാലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സൗത്തേൺ സ്റ്റേറ്റ്സ് ലീഡർ ആയിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി, നമ്മുടെ സ്റ്റേറ്റിന് മുഖ്യമന്ത്രിയൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കുറയുന്നതുമായി ബന്ധപ്പെട്ട കൺസേൺസ് ഓൾറെഡി റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് റീജിയണൽ പവർ ഡൈനാമിക്സിനെയും നാഷണൽ യൂണിറ്റിയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ പോപ്പുലേഷൻ കൺട്രോളിൽ ഫെയിൽ ആയിട്ടുള്ളത് അവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകുക എന്നുള്ള ഒരു മെത്തേഡ് പോകുന്നത് വളരെ പുവർ ആയിട്ടുള്ള ഒരു ഗവേണൻസ് സിസ്റ്റത്തിന്റെ ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വന്നത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെ അണ്ടർമൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടിന് കാരണമാകുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ ഒക്കെ നടക്കുമ്പോൾ, അതായത് ഫിനാൻസ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഫണ്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് വിത്തിൻ ദ സ്റ്റേറ്റ്സ് ഒറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ ഈ ഒരു പോപ്പുലേഷൻ ഡാറ്റ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കൺസേൺസ് ഒക്കെ സൗത്തേൺ സ്റ്റേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ആശയങ്ങളെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റീജിയണൽ ഇക്വിറ്റി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ കൂടി പരിഗണിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് പറയുകയാണ്, യൂണിയൻ ഹോം മിനിസ്ട്രി പറയുകയാണ്, ഏതെങ്കിലും NGOsന് ഫോറിൻ ഫണ്ടിങ് കിട്ടുവാണെങ്കിൽ അത് 4 വർഷത്തിനകം ഉപയോഗിക്കണം എന്നാണ് പറയുന്നതായിട്ടുള്ളത്. യൂണിയൻ ഹോം മിനിസ്ട്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഫോറിൻ ഫണ്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ 4 വർഷത്തിനുള്ളിൽ അത് ഉപയോഗിക്കണം, അത് പ്രയർ പെർമിഷൻ ത്രൂ ആയിരിക്കണം വാങ്ങിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു 4 വർഷത്തിനുള്ളിൽ ഫണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതെങ്കിൽ ഇത്തരത്തിലുള്ള ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA 2010 ആക്ടിന്റെ വയലേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ എടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട്സ് 3 വർഷത്തിൽ ഉള്ളിലാണ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രയർ പെർമിഷൻ വേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വർഷത്തിനുള്ളിൽ ഫുള്ളി അപ്രൂവൽ പീരീഡിനുള്ളിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നും മിനിസ്ട്രി പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ അപ്രൂവ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തിലധികം ബാധിക്കുകയുണ്ടെങ്കിൽ ഈ ഒരു 4th ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ വന്ന മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഫോറിൻ ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അത് വെറുതെ കീപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും എന്നാണ് ഹോം മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, UK മീസൽസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ 650ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ കുട്ടി മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ചിക്കൻ ബോക്സിന്റെ വേറൊരു ടൈപ്പ്, അതിനൊരു കുട്ടികളിൽ വരുന്ന ടൈപ്പിനെയാണ് മീസൽസ് എന്ന് വിളിക്കുന്നത്. പുറത്തിങ്ങനെ കുരുകൾ പോലെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു മീസൽസ് സൗത്തേൺ US വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സെക്കൻഡ് ചൈൽഡ് മരണപ്പെട്ടു, രണ്ടാമത്തെ ഒരു കുട്ടി കൂടി മരണപ്പെട്ടു എന്നുള്ളതാണ്. 650ഓളം ആൾക്കാർക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ വാക്സിൻ ഉണ്ട്, MMR വാക്സിൻ, മീസൽസ് മെംസ് റുബെല്ല വാക്സിൻ ആണ്. ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വഴി മീസൽസിനെ തടയുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ചുവന്ന കുരുക്കളായിട്ട് പൊന്തി വരികയാണ്. മീസൽസ് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവൈറോളജിക്കൽ ആയിട്ടുള്ള റൈബോന്യൂക്ലിക് ആസിഡ് വൈറസ് ആണ്. ഇത് ഹൈലി കണ്ടേജിയസ് ആണ്, വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവും. മിക്കവാറും 90% കേസുകളിലും ഇത് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്തു പോകും എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു വൈറസ് റെസ്പിറേറ്ററി ട്രാക്റ്റിനെയൊക്കെ ബാധിക്കും, അതുപോലെ തന്നെ പിന്നീട് ശരീരത്തിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയാണ്. ഇതൊരു ഹ്യൂമൻ ഡിസീസ് ആണെന്ന് കൂടി ഓർത്തു വെക്കണം. അതായത് മൃഗങ്ങളിൽ ഈ രോഗത്തെ കാണാറില്ല, ഒരു വൈറസ് രോഗമാണ് എന്നുള്ളത് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 ഡോസ് വാക്സിൻസ് ഉണ്ട്. MMR വാക്സിൻ ആണ്. ഇത് കൃത്യമായിട്ട് കുട്ടികൾക്ക് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രോഗത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പല രാജ്യങ്ങളും ഒഫീഷ്യലി ഈ ഒരു മീസൽസിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിവൈറൽ ട്രീറ്റ്മെന്റുകളൊന്നുമില്ല, സിംറ്റംമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകുക എന്നുള്ളത് മാത്രമാണ്. ഓർത്തു വെക്കേണ്ട കാര്യം, മീസൽസ് കോംപ്ലിക്കേറ്റഡ് ആയി മാറാം എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടുന്നില്ലെങ്കിൽ നല്ല ന്യൂട്രീഷൻ, അഡിക്വേറ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഹൈഡ്രേഷൻ നടത്തുക, ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. അപ്പോൾ റൂട്ടീനായിട്ട് മീസൽസ് വാക്സിനേഷൻ കുട്ടികൾക്ക് നടുക എന്നുള്ളതാണ് ബെറ്റർ ആയിട്ടുള്ള വഴി. MMR വാക്സിൻ എന്നാണ് വിളിക്കുക. 3 രോഗങ്ങൾക്കുള്ളതാണ് മീസൽസ്, മംസ്, റുബല്ല എന്നുള്ളത്. അപ്പോൾ മാസ് ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിനുകൾ വഴി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുക, അതുവഴി ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ ഡെത്ത് റേറ്റ് ഒക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് കൂടി ഓർത്തുവെക്കാം. അടുത്തത്, കാശ്മീരിൽ എൻഡമിക് ആയിട്ടുള്ള ഫ്ലോറാസ് ഒക്കെ പൂക്കാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വളരെ അപൂർവമായിട്ട് കാശ്മീരിൽ മാത്രം കാണുന്ന പൂക്കൾ വരെ പൂക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള വാർത്തകളാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ കാശ്മീരിൽ വളരെ ലോങ് ആയിട്ടുള്ള ഹാഷ് ആയിട്ടുള്ള വിന്റേഴ്സ് ഈ ഒരു വെജിറ്റേഷനെ ഡോർമെന്റ് ആക്കി മാറ്റാറുണ്ട്. അതേസമയത്ത് സ്പ്രിങ് വരുമ്പോഴാണ് ഈ ചെടികളൊക്കെ പൂക്കാറുള്ളതായിട്ടുള്ളത്. കശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോഡൈവേഴ്സിറ്റി ഹൈ സ്പോട്ടാണ്. ഒരുപാട് എൻഡമിക് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് മാത്രം കാണുന്നതിനെയാണ് എൻഡമിക് എന്ന് പറയുന്നതായിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ബൾബുകൾ, ഹെർബുകൾ, ഷ്രബുകളും ട്രീസും ഒക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും. പ്രധാനപ്പെട്ട ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഓൾഷ്യം ലാറ്റിയം, വീർകോം, ഗോൾട്ടോർ, ബ്രേഡ് മഷ്റൂം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അതായത് പ്രത്യേകിച്ചും അവിടുത്തെ ആ ഒരു സിംബലൈസിങ് ആ കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. കശ്മീരിന്റെ അൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1600 മുതൽ 4500 മീറ്റർ വരെയാണ് സമുദ്രനിരപ്പിൽ നിന്ന്. ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വാലി ഓഫ് പ്ലെയിൻസും അതുപോലെ ആൽപൈൻ മേഡോസും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ എത്നിക് കമ്മ്യൂണിറ്റീസും മറ്റുമൊക്കെ ഈ ഒരു പ്ലാന്റ്സിനെ മെഡിസിനൽ പർപ്പസിനും കൾച്ചറൽ പർപ്പസിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വഴിയാണെന്നുള്ളതാണ്. അപ്പോൾ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും ഡീഫോറസ്റ്റേഷനും ഹ്യൂമൻ എൻക്രോച്ച്മെന്റും അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ഈ ഒരു ചെടികൾക്ക് ഭീഷണി ഉണ്ടാക്കുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് നോക്കണം. കാരണം വാമർ ആയിട്ടുള്ള വിന്ററും അതുപോലെ തന്നെ ഏർലി ആയിട്ടുള്ള സ്പ്രിങ് വരുന്നതൊക്കെ ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ പ്രിമേച്ചർ ആയിട്ട് പൂക്കുന്നതിനും നാച്ചുറൽ ആയിട്ടുള്ള സൈക്കിളിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതിനും കാരണമായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് നടത്തിയപ്പോൾ പ്രത്യേകിച്ചും സ്റ്റെർബേഞ്ചിയ വെർണാലിസ് എന്ന് പറയുന്ന ചെടിയിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് അതിന്റെ പാറ്റേണിലൊക്കെ മാറ്റം വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ഡെവലപ്മെന്റും അത്യാവശ്യമാണ്, മറ്റൊരു സ്ഥലത്ത് എൻവയോൺമെന്റൽ കൺസർവേഷനും അത്യാവശ്യമാണ്. ഇവ രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടതായിട്ട്. കാരണം കശ്മീരിന്റെ എൻഡമിക് ഫ്ലോറയെ, അതിന്റെ കൾച്ചറൽ ഹെറിറ്റേജിനെ, എക്കോളജിക്കൽ ആയിട്ടുള്ള ഹെറിറ്റേജിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് കൂടി ഓർത്തു വെക്കണം തന്നെ. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ സണ്ണിൽ അയേൺ ഉണ്ട്. അത് എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒപ്പേക്ക് ആവുന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ ഒരു മിസ്റ്ററി സയന്റിസ്റ്റുകാർ അന്വേഷിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ ഒരു സണ്ണിലെ അയൺ, ഇരുമ്പ് എന്ന് പറയുന്നത് ഒപ്പേക്ക് ആവുന്നത് എന്നുള്ളത് സയന്റിസ്റ്റിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, ഹീലിയം എന്നൊക്കെ പറയാറുള്ളൂ. പക്ഷെ ഓർത്തു വെക്കുക, ഇത്തരത്തിലുള്ള മൂലകങ്ങൾ സൂര്യനിലുണ്ടാവും. അയേണിന്റെ സാന്നിധ്യമൊക്കെ സൂര്യനിലുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. ഇത്രയും ടോപ്പിക്കുകളാണുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.